യേശു ഒരിക്കലും തന്നെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ ഹല്ലെ പ്രദർശിപ്പിക്കാറില്ലത്രേ. Amen. Jesus never showed anyone else other than him. നമുക്കിന്ന് കാണിക്കുവാൻ അനേകരുണ്ടത്രേ. There are many people that we can take as an example. നമ്മൾ പലപ്പോഴും അപ്പോസ്തലന്മാരെ നമ്മൾ ഉദാഹരണമായി എടുക്കാറുണ്ട്. Many times we take apostles as the example. ഇല്ലെങ്കിൽ ഇന്നത്തെ പല ശുശ്രൂഷകരെ നമ്മൾ ഉദാഹരണമായി എടുക്കാറുണ്ട്. Many men of God that we actually take it as an example. പല സഭകളിലും മാതാവിനെ ഉദാഹരണമായി എടുക്കാറുണ്ട്. Many churches they take Mary as their example. പല ചർച്ചകളിലും ഹല്ലെ പുണ്യാളന്മാരെ പലരെയും അവതരിപ്പിക്കാറുണ്ട്. But many churches they actually take saints as examples. അത് മരിച്ചവരാണെന്ന് മാത്രമത്രേ. And they are the dead people. എന്നാൽ യഥാർത്ഥമായി വചനം പറയുന്നത് ഇപ്രകാരമാണ്. But the word says like this. ഹല്ലെ അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ When apostle was writing the epistles, അവിടെ എല്ലാം എടുത്തു കാണിക്കുന്ന ഒരു പദം ഇപ്രകാരമത്രേ. he repeatedly said like this. ഓ വിശുദ്ധരായവർക്ക് എഴുതുന്നത് എന്ന്. I'm writing it to the holy saints of the Lord. മരിച്ചവർക്കായി ഒരു ലേഖനം എഴുതേണ്ട ആവശ്യമുണ്ടോ ദൈവ പൈതലേ? There is no need for writing epistles or this letters to anyone who's dead. അപ്പൊ മരിച്ചവരെ വിശുദ്ധരായി കാണുവാൻ കഴിയത്തില്ലത്രേ. So you can't see anyone who's dead as holy. ഇന്ന് വിശുദ്ധനായി മരിച്ചവരിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ അത്രേ. There's only one who has dead and come back and he is holy. അത് തന്നെ മരിച്ച കല്ലിലെ ആറടി മണ്ണിൽ അവശേഷിക്കുന്നവൻ അല്ലത്രേ വിശുദ്ധൻ എന്ന് പറയുന്നത്. We are calling someone holy who's not staying inside the tomb or not inside the graveyard. മരിച്ച ഉയർക്കപ്പെട്ടവനത്രേ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്നത്. We are calling him holy because he is dead. He was dead once but he come back and resurrected. അത് പ്രധാനി നമ്മുടെ കല്ലിലെ യേശു മാത്രമത്രേ. And he's the only one who none other than Christ Jesus.